25 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യവർഗം ഭൂമിയിൽ ഉടലെടുക്കുന്നതിനും മുന്നേ അനന്തമായ ബഹിരാകാശത്തിന്റെ ഇരുട്ടിലൂടെ ഒരു പ്രകാശകിരണം അത്ഭുതാവഹമായ ഒരു യാത്ര ആരംഭിച്ചു. 25 ലക്ഷം വർഷക്കാലം ഗാലക്സികൾക്കിടയിലെ തണുത്തുറഞ്ഞ ശൂന്യതയിലൂടെ അത് സഞ്ചരിച്ചു. മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തയത്ര ദൂരങ്ങൾ താണ്ടി അത് ഇന്ന് നമ്മുടെ ഭൂമിയിലെത്തി. അങ്ങനെ ഈ പുരാതന പ്രകാശം ഇന്ന് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നു. അതിലൂടെ നമുക്കതിന്റെ ഉറവിടം കാണാൻ കഴിയും. പല ലക്ഷം കോടി നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഭീമാകാരമായ ഒരു സ്പൈറൽ ഗാലക്സി. ഇതാണ് ആൻഡ്രോമെഡ. ഇപ്പോൾ ഈ നിമിഷം മണിക്കൂറിൽ 4 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ ഈ ഭീമൻ ഗാലക്സി നമ്മുടെ നേർക്ക് പാഞ്ഞു വരികയാണ്. ഭാവിയിൽ ഒരിക്കൽ ഇത് നമ്മുടെ ഗാലക്സിയുമായി കൂട്ടിയിടിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കൂട്ടിയിടി പണ്ടേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വസ്തുത ഒരു തുടക്കം മാത്രമാണ്. ആൻഡ്രോമെഡ ഗാലക്സിയുടെ യഥാർത്ഥ വസ്തുതകൾ പൊതുവെ നമ്മൾ കരുതുന്നതിനേക്കാൾ വിചിത്രവും വളരെ ഗംഭീരവും അത്യധികം വിസ്മയാവഹവുമാണ്. ഇത് നമ്മുടെ ഗാലക്സിയുടെ അയൽക്കാരന്റെ കഥയാണ്. ആൻഡ്രോമെഡ ഗാലക്സിയുടെ കഥ. 1985 ഓഗസ്റ്റ് 15 ഭൂമിയിലെ സകല ജ്യോതിശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പുതിയ നക്ഷത്രത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു. അന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഈ നക്ഷത്രം വളരെ വലിയൊരു അത്ഭുതമായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അത് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിഞ്ഞു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മങ്ങാൻ തുടങ്ങി. പിന്നെ ടെലിസ്കോപ്സിലൂടെ മാത്രമേ അതിനെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഏതാണ്ട് 6 മാസങ്ങൾ കഴിഞ്ഞതും ഈ പുതിയ നക്ഷത്രം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ടെലിസ്കോപ്സിന് പോലും അതിനെ കാണാൻ പറ്റാതെയായി. 19-ാം നൂറ്റാണ്ടിൽ ബഹിരാകാശത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് തീരെ പരിമിതമായിരുന്നു. മിൽക്കി വേ ആണ് നമ്മുടെ മുഴുവൻ പ്രപഞ്ചവും എന്നായിരുന്നു അന്ന് കരുതിയിരുന്നത്. രാത്രി ആകാശത്തിൽ കാണുന്ന മറ്റ് ഗാലക്സികളെയെല്ലാം മിൽക്കി വേയിൽ തന്നെയുള്ള നെബുലകൾ അഥവാ മേഘപടലങ്ങളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അതിലേറ്റവും വലുതായിരുന്നു ദ ഗ്രേറ്റ് ആൻഡ്രോമെഡ നെബുല. നമ്മുടെ ചന്ദ്രനേക്കാൾ 6 മടങ്ങ് വലിപ്പമുള്ള രീതിയിലാണ് ഈ നെബുല നമ്മുടെ ആകാശത്തിൽ കാണപ്പെടുന്നത്. അത്രയും ഗംഭീരമായ ഒരു നെബുല. 1885 കണ്ട നക്ഷത്രം ഈ നെബുലയ്ക്കുള്ളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കാലക്രമേണ നമ്മുടെ ടെലിസ്കോപ്സ് എല്ലാം കൂടുതൽ പവർഫുൾ ആകാൻ തുടങ്ങി. അപ്പോഴാണ് അതിശയകരമായ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. പണ്ട് നെബുലകളാണെന്ന് കരുതിയിരുന്ന പലതും യഥാർത്ഥത്തിൽ മറ്റ് ഗാലക്സികളായിരുന്നു. ആൻഡ്രോമെഡ നെബുലയും ഒരു വലിയ ഗാലക്സിയായിരുന്നു. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും ഏകദേശം 25 ലക്ഷം പ്രകാശ വർഷങ്ങൾക്കകലെയാണ് ആൻഡ്രോമെഡ ഗാലക്സി നിലനിൽക്കുന്നത്. ഓർക്കുക, പ്രകാശത്തിന് 1 വർഷം സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. അപ്പോൾ പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാലും ഇവിടുന്ന് ആൻഡ്രോമെഡയിൽ എത്താൻ ഏതാണ്ട് 25 ലക്ഷം വർഷങ്ങളെടുക്കും. സാധാരണഗതിയിൽ രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള വസ്തുവാണ് ആൻഡ്രോമെഡ ഗാലക്സി. ഒരു ഗാലക്സിയുടെ പഴക്കം പല രീതിയിലും നിർണ്ണയിക്കാം. ഏറ്റവും പഴയ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൊതുവെ ഗാലക്സികളുടെ പ്രായം പരിഗണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മിൽക്കി വേക്ക് ഏതാണ്ട് 1360 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആൻഡ്രോമെഡയുടെ പ്രായവും സമാനമാണ്. എന്നാൽ ഗാലക്സികൾ ഇന്ന് കാണുന്ന ആകൃതിയിലായി മാറാൻ ഒരുപാട് കാലമെടുത്തിട്ടുണ്ടാകും. ആ രീതിയിൽ നോക്കുമ്പോൾ, അതായത് ഇന്ന് കാണുന്ന ആകൃതിയിലായി മാറിയ കാലപ്പഴക്കം നോക്കുമ്പോൾ ആൻഡ്രോമെഡ നമ്മുടെ ഗാലക്സിയേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞതാണ്. എന്തെന്നാൽ മിൽക്കി വേ ഇന്നത്തെ ആകൃതിയിലായി മാറിയിട്ട് ഏതാണ്ട് 800 കോടി വർഷങ്ങളിൽ കൂടുതലായി. പക്ഷേ ആൻഡ്രോമെഡ പണ്ട് പലതവണ വളരെ വലിയ ഗാലക്സികളുമായി കൂട്ടിയിടിച്ചതിനാൽ അതിന്റെ ആകൃതി പലതവണ പൂർണ്ണമായും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആൻഡ്രോമെഡയ്ക്ക് വെറും 300 കോടി വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ. എന്തായാലും ആൻഡ്രോമെഡയിൽ ഏകദേശം 1 ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട്. താരതമ്യേന പറഞ്ഞാൽ മിൽക്കി വേയിൽ ഏതാണ്ട് 10,000 കോടി മുതൽ 40,000 കോടി നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ. 1.5 ലക്ഷം പ്രകാശ വർഷങ്ങൾ മുതൽ 2 ലക്ഷം പ്രകാശ വർഷങ്ങളാണ് ആൻഡ്രോമെഡയുടെ ഡയമീറ്റർ, അതായത് മിൽക്കി വേയുടെ ഇരട്ടിയോളം വലിപ്പം. എന്നിരുന്നാലും ആൻഡ്രോമെഡയുടെ മാസ് മിൽക്കി വേയ്ക്ക് സമാനമാണ്. പക്ഷേ ഇത്രയും വലിപ്പമുണ്ടായിരുന്നിട്ടും മിൽക്കി വേയുടെ 2 മടങ്ങിൽ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആൻഡ്രോമെഡയുടെ മാസ് മിൽക്കി വേയ്ക്ക് സമാനമായിരിക്കുന്നത്? അതിന്റെ ഏറ്റവും പ്രധാന കാരണം, ഒരു ഗാലക്സിയുടെ മൊത്തം മാസ് നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ അതിലെ നക്ഷത്രങ്ങളും വിസിബിൾ ആയിട്ടുള്ള മറ്റ് വസ്തുക്കളും മാത്രമല്ല, പകരം അദൃശ്യമായ ഡാർക്ക് മാറ്റർ ആണ്. ശരിക്കും ഒരു ഗാലക്സിയുടെ മൊത്തം മാസിൽ 90% ഡാർക്ക് മാറ്റർ ആയിരിക്കും. മിൽക്കി വേക്ക് ആൻഡ്രോമെഡയേക്കാൾ കൂടുതൽ സാന്ദ്രമായ ഡാർക്ക് മാറ്റർ ഉണ്ട്. അതുമാത്രമല്ല, ആൻഡ്രോമെഡയിൽ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിലും അതിൽ 85% തീരെ വലിപ്പം കുറഞ്ഞ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. ഓർക്കുക, ശരാശരി റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് നമ്മുടെ സൂര്യന്റെ 40% മാസ് പോലും ഉണ്ടായിരിക്കില്ല.
ഈ കാരണങ്ങൾ കൊണ്ടാണ് വലിപ്പവും നക്ഷത്രങ്ങളുടെ എണ്ണവും ഒക്കെ കൂടുതലായിരുന്നിട്ടും ആൻഡ്രോമെഡയ്ക്ക് മിൽക്കി വേയുടെ അത്രമാത്രം മാസ് ഉള്ളത്. മറ്റൊരു കാര്യം, ആൻഡ്രോമെഡ പണ്ട് പലതവണ വലിയ ഗാലക്സികളുമായി കൂട്ടിയിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ സ്വാഭാവികമായും ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുതലാകും. അതിനു പുറമെ ഗാലക്സികൾ കൂടിച്ചേരുമ്പോൾ അതിലെ നക്ഷത്രങ്ങളൊന്നും തമ്മിൽ കൂട്ടിയിടിക്കില്ലെങ്കിലും നെബുലകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അത് കാരണം ഒരുപാട് പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യും. ഇതുകൊണ്ടൊക്കെയാണ് ആൻഡ്രോമെഡയിൽ ഇത്രയേറെ നക്ഷത്രങ്ങളുള്ളത്. എല്ലാ സ്പൈറൽ ഗാലക്സികളെയും പോലെ ആൻഡ്രോമെഡയ്ക്കും മധ്യഭാഗത്തിൽ വളരെ വലിയൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ മാത്രം പല കോടി നക്ഷത്രങ്ങൾ കാണാം. ഇത്രയേറെ നക്ഷത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിനാൽ ഇതിന്റെ തീവ്രമായ പ്രകാശം കാരണം പണ്ട് ഈ മധ്യത്തിലുള്ള നക്ഷത്രങ്ങളെയൊന്നും ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ കഴിയില്ലായിരുന്നു. നമ്മുടെ ടെക്നോളജികൾ വളരെ അഡ്വാൻസ്ഡ് ആയ ശേഷമാണ് അത് സാധ്യമായത്. അങ്ങനെ മധ്യഭാഗത്തിനെ കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം കണ്ടെത്താനായി. എന്തെന്നാൽ ഇതിന് 2 ന്യൂക്ലിയസ് ഉണ്ട്. ഒരെണ്ണം വലുതും മറ്റേത് ചെറുതുമാണ്. വലിയ ന്യൂക്ലിയസിന് ഏതാണ്ട് 7 പ്രകാശവർഷങ്ങളുടെ വ്യാസമുണ്ട്. ചെറുതിനാണെങ്കിൽ വെറും 1.5 പ്രകാശവർഷവും. ഇങ്ങനെ 2 ന്യൂക്ലിയസ് ഉള്ളതിന്റെ ശരിക്കുമുള്ള കാരണം ഇതുവരേക്കും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇത് ഒരു ഇല്യൂഷൻ ആയിരിക്കുമെന്നാണ് നിലവിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തം. അതായത് ചെറിയ ന്യൂക്ലിയസ് ആണ് ശരിക്കുമുള്ള ന്യൂക്ലിയസ്. ഇതാണ് ഗാലക്സിയുടെ യഥാർത്ഥ മധ്യത്തിൽ നിലനിൽക്കുന്നത്. ഈ ന്യൂക്ലിയസിനെ വളരെ എക്സെൻട്രിക് ആയി ഓർബിറ്റ് ചെയ്യുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾ മധ്യത്തിൽ നിന്നും അകലുമ്പോൾ വളരെ വളരെ പതിയെയാണ് സഞ്ചരിക്കുന്നത്. ഓർബിറ്റിന്റെ ഏറ്റവും അകലെ എത്തുമ്പോഴാണെങ്കിൽ അനങ്ങാതെ ഒരിടത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. അത്രയേറെ സ്ലോ ആകും. ഈ നക്ഷത്രങ്ങൾ മാത്രമല്ല, എക്സെൻട്രിക് ആയി ഓർബിറ്റ് ചെയ്യുന്ന സകല വസ്തുക്കളും ഇങ്ങനെയാണ്. ഇത് തന്നെയാണ് കെപ്ലറിന്റെ സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ പറയുന്നത്. ഇങ്ങനെ ഓർബിറ്റിന്റെ ഏറ്റവും അകലെ എത്തുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം തീരെ സ്ലോ ആകുന്നത് കാരണം അവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ വന്നു ചേരും. അനന്തരഫലമായി അവിടെ ഒരു വലിയ നക്ഷത്രക്കൂട്ടം നിൽക്കുന്നത് പോലെ തോന്നും. ഇങ്ങനെയായിരിക്കും ഈ കാണുന്ന വലിയ ന്യൂക്ലിയസ് ഉണ്ടായത്. ആൻഡ്രോമെഡയുടെ ഡബിൾ ന്യൂക്ലിയസിനെ ഈ സിദ്ധാന്തം വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് 100% കൃത്യതയോടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും സകല ഗാലക്സികളുടെയും മധ്യത്തിൽ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉള്ളതുപോലെ ആൻഡ്രോമെഡയ്ക്കും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. അത് ചെറിയ ന്യൂക്ലിയസിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സൂര്യന്റെ 14 കോടി മടങ്ങോളം മാസുള്ള വളരെ ബൃഹത്തായ ഒരു ബ്ലാക്ക് ഹോളാണിത്. താരതമ്യേന പറഞ്ഞാൽ മിൽക്കി വേയുടെ മധ്യത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് സൂര്യന്റെ വെറും 40 ലക്ഷം മടങ്ങ് മാസ് മാത്രമേ ഉള്ളൂ. അതായത് മിൽക്കി വേയുടേതിനേക്കാൾ 30 മടങ്ങോളം വലുതാണ് ആൻഡ്രോമെഡയുടെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. ആൻഡ്രോമെഡ ഒരു ബാർഡ് സ്പൈറൽ ഗാലക്സിയാണ്. അതായത് ഇതിന്റെ മധ്യഭാഗത്തിന് ഒരു ബാർ പോലെ നീണ്ട ആകൃതിയാണ്. ഏതാണ്ട് 17,000 പ്രകാശവർഷമാണ് ഈ ബാറിന്റെ നീളം. 6,500 പ്രകാശവർഷങ്ങളുടെ വീതിയുമുണ്ട്. ആൻഡ്രോമെഡയ്ക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഏകദേശം 70% സ്പൈറൽ ഗാലക്സികൾക്കും ഇതുപോലെ ബാർഡ് ആകൃതിയിലുള്ള മധ്യഭാഗമായിരിക്കും. നമ്മുടെ മിൽക്കി വേയുടെ മധ്യഭാഗവും ഇതുപോലെയാണ്. ഇത്തരം ഗാലക്സികളുടെയൊക്കെ മധ്യഭാഗം വളരെ സാന്ദ്രതയേറിയതായിരിക്കും. ഉദാഹരണത്തിന് ആൻഡ്രോമെഡയുടെ ഈ ബാറിൽ മാത്രം 20,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. അതായത് ആൻഡ്രോമെഡയിലുള്ള മൊത്തം നക്ഷത്രങ്ങളുടെ 20%-ഓളവും ഈ ബാറിൽ മാത്രമാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗാലക്സിയുടെ മറ്റു ഭാഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാറിൽ നക്ഷത്രങ്ങളുടെ സാന്ദ്രത പല മടങ്ങ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവയുടെ എല്ലാം ഗ്രാവിറ്റി പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യും. അനന്തരഫലമായിട്ട് ഈ നക്ഷത്രങ്ങളുടെയൊക്കെ ഓർബിറ്റ്സ് തീരെ അൺസ്റ്റേബിൾ ആയിരിക്കും. അതിനാൽ മധ്യഭാഗത്തിലെ ഭൂരിപക്ഷം നക്ഷത്രങ്ങളുടെ ഓർബിറ്റ്സും കാലക്രമേണ വളരെ എലിപ്റ്റിക്കലായി മാറും. ഈ എലിപ്റ്റിക്കൽ ആകൃതിയിലുള്ള ഓർബിറ്റ്സ് കാരണമാണ് ബാർഡ് സ്പൈറൽ ഗാലക്സികളുടെ മധ്യത്തിന് ഈ ആകൃതിയുള്ളത്. ആൻഡ്രോമെഡയ്ക്ക് 2 വലിയ സ്പൈറൽ കൈകളുണ്ട്. ഇത് രണ്ടും ബാറിന്റെ 2 വശങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഈ കൈകൾ ഗാലക്സിയെ പലതവണ ചുറ്റി വളയുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു മരത്തിന്റെ നിരവധി ശിഖരങ്ങൾ പോലെ ഈ കൈകൾ പല ശിഖരങ്ങളായിട്ട് പിരിയുന്നുണ്ട്. അതിനു പുറമെ ഈ കൈകൾ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും പിളരുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാരണമാണ് ആൻഡ്രോമെഡയ്ക്ക് നിരവധി സ്പൈറൽ കൈകൾ ഉള്ളതായിട്ട് തോന്നുന്നത്. ആൻഡ്രോമെഡയെ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ഏതാണ്ട് ഒരു എസ് ആകൃതിയാണെന്ന് തോന്നും. എന്തെന്നാൽ ഒരു വശം മുകളിലേക്ക് ഉയർന്നതും മറുവശം താണതുമാണ്. സമീപമുള്ള മറ്റ് ചെറിയ ഗാലക്സികളുടെ ഗ്രാവിറ്റി പിടിച്ചു വലിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയായി മാറിയത്. ആൻഡ്രോമെഡയുടെ സ്പൈറൽ കൈകളിൽ പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളാൻ ആവശ്യമായ വാതകങ്ങളും പദാർത്ഥങ്ങളും താരതമ്യേന തീരെ കുറവാണ്. അതിനാൽ മിൽക്കി വേയിൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിന്റെ 30%-ഓളം നിരക്കിലാണ് ആൻഡ്രോമെഡയിൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. പല വിധത്തിലുമുള്ള വിചിത്ര വസ്തുക്കളാലും നിറഞ്ഞ ഒരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് 3XMM.
ഇത് ആൻഡ്രോമേഡയുടെ മധ്യഭാഗത്തിന് സമീപം നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. സാധാരണ ടെലിസ്കോപ്പുകളിലൂടെ ഇതിനെ കാണാൻ കഴിയില്ല. ഏറ്റവും പവർഫുൾ ആയ JWSTക്ക് പോലും ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഈ വസ്തുവിൽ നിന്നും വമിക്കുന്നത് ഏകദേശം പൂർണ്ണമായും എക്സ്റേസ് ആണ്. അതിനാൽ എക്സ്റേസ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ടെലിസ്കോപ്സിന് മാത്രമേ ഈ വസ്തുവിനെ കാണാൻ പറ്റൂ. യഥാർത്ഥത്തിൽ എക്സ്റേസിലൂടെ നോക്കുമ്പോൾ ആൻഡ്രോമേഡയിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിലൊന്നാണിത്. ഇത് ശരിക്കും രണ്ട് വസ്തുക്കളുള്ള ഒരു ബൈനറി സിസ്റ്റമാണ്. പ്രധാന വസ്തു ഒരു ന്യൂട്രോൺ നക്ഷത്രമാണ്. ബ്ലാക്ക് ഹോൾസ് കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും സാന്ദ്രതയേറിയ വസ്തുക്കളാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. ഈ ന്യൂട്രോൺ സ്റ്റാറിന് വെറും 20 കിലോമീറ്റേഴ്സ് വലിപ്പമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സൂര്യന്റെ 1.5 മടങ്ങ് മാസ് ഉണ്ട്. ഇതിൽ നിന്നും ഒരു സ്പൂൺ അളവിലുള്ള പദാർത്ഥം എടുത്താൽ അതിന് ഏതാണ്ട് 6 ലക്ഷം കോടി കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. അത്രയേറെ സാന്ദ്രത കൂടിയ വസ്തു. വെറും 3 സെക്കൻഡ് കൊണ്ടാണ് ഇത് ഒരു തവണ കറങ്ങുന്നത്. എന്നുവെച്ചാൽ ഇതിന്റെ ഇക്വേറ്റർ ഭാഗം ഏതാണ്ട് 75,000 km/h വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ന്യൂട്രോൺ നക്ഷത്രം എന്ന് പറയുന്നെങ്കിലും ഇത് ശരിക്കുമുള്ള നക്ഷത്രമല്ല. പകരം ഒരു വലിയ നക്ഷത്രം നശിച്ചപ്പോൾ അതിന്റെ അവശേഷിച്ച കോർ ഭാഗമാണ്. പക്ഷേ ഈ സിസ്റ്റത്തിലെ രണ്ടാമത്തെ വസ്തു ശരിക്കുമുള്ള നക്ഷത്രമാണ്. സൂര്യന്റെ 30% വലിപ്പമുള്ള ഒരു കുഞ്ഞൻ റെഡ് ഡ്വാർഫ് നക്ഷത്രം. ന്യൂട്രോൺ സ്റ്റാറിൽ നിന്നും വെറും 4 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെ നിലനിൽക്കുന്ന ഈ നക്ഷത്രം 4 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒരു തവണ ന്യൂട്രോൺ സ്റ്റാറിനെ വലം വയ്ക്കും. റെഡ് ഡ്വാർഫ് ഇത്രയും സമീപത്തായതിനാൽ അതിൽ നിന്നും ന്യൂട്രോൺ സ്റ്റാർ പതിയെ പതിയെ പദാർത്ഥങ്ങൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും പല കോടി വർഷങ്ങളോളം കാലം തുടർന്നുകൊണ്ടിരിക്കും. ഒടുവിൽ റെഡ് ഡ്വാർഫ് പൂർണ്ണമായും നശിക്കുകയും അതിലുള്ള പദാർത്ഥങ്ങൾ മുഴുവൻ ഒരു റിങ് പോലെ ന്യൂട്രോൺ സ്റ്റാറിന് ചുറ്റും രൂപം കൊള്ളുകയും ചെയ്യും. കാലക്രമേണ ഈ വളയങ്ങളെയും ന്യൂട്രോൺ സ്റ്റാർ വലിച്ചെടുക്കും. അതോടെ ഈ റെഡ് ഡ്വാർഫിന്റെ നിലനിൽപ്പ് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. 1988 ആൻഡ്രോമേഡയുടെ മധ്യഭാഗത്തിൽ നിന്നും കുറച്ചകലെ വളരെ ഇരുണ്ട ഒരു സ്പോട്ട് കണ്ടെത്തി. സ്പെക്ട്രൽ അനാലിസിസും പ്രോപ്പർ മോഷൻ മോഡലിംഗും ഒക്കെ ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തി നോക്കിയപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട് യഥാർത്ഥത്തിൽ ഒരു സൂപ്പർനോവയുടെ അവശേഷിക്കുന്ന നെബുലയാണെന്ന് മനസ്സിലായി. ചരിത്രരേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇത് തന്നെയാണ് പണ്ട് 1885 6 മാസങ്ങളോളം കാലം ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രമെന്നും തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇത് മിൽക്കി വേക്ക് പുറത്ത് ഡിറ്റക്ട് ചെയ്ത ആദ്യത്തെ സൂപ്പർനോവയായി. നിലവിൽ ആൻഡ്രോമേഡയിൽ ആകെ കണ്ടിട്ടുള്ള ഒരേ ഒരു സൂപ്പർനോവയും ഇത് തന്നെ. ഇതൊരു ടൈപ്പ് 1A സൂപ്പർനോവയായിരുന്നു. വൈറ്റ് ഡ്വാർഫ്സിന് സംഭവിക്കുന്ന ഒരു തരം സൂപ്പർനോവയാണിത്. സാധാരണഗതിയിൽ വൈറ്റ് ഡ്വാർഫുകൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും. അവയിൽ ഒരു തരത്തിലുമുള്ള വിസ്ഫോടനങ്ങളും സംഭവിക്കാറില്ല. എന്നാൽ വൈറ്റ് ഡ്വാർഫിന്റെ വളരെ സമീപത്തായിട്ട് മറ്റൊരു നക്ഷത്രമുണ്ടെങ്കിൽ ആ നക്ഷത്രത്തിൽ നിന്നും വൈറ്റ് ഡ്വാർഫ് പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുകയും കാലക്രമേണ മാസ് കൂടുന്നതിലൂടെ സൂപ്പർനോവ സംഭവിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ഒരു സൂപ്പർനോവ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും വമിക്കുന്ന ഊർജവും പദാർത്ഥങ്ങളും ചുറ്റുപാടുമുള്ള വാതകങ്ങളും പദാർത്ഥങ്ങളുമൊക്കെയായി കൂട്ടിയിടിക്കുകയും പ്രതിപ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് സൂപ്പർനോവ സംഭവിക്കുന്നിടത്ത് കാലക്രമേണ മനോഹരമായ നെബുലകൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ സൂപ്പർനോവ സംഭവിച്ച ഭാഗത്തിലെ ബഹിരാകാശം താരതമ്യേന തീരെ ഒഴിഞ്ഞതായിരുന്നു. വേറെ വസ്തുക്കളൊന്നും തന്നെ അധികമില്ലാത്ത സ്ഥലം. അതിനാൽ തന്നെ ഇതിൽ നിന്നും വമിച്ച ഊർജത്തിനും പദാർത്ഥങ്ങൾക്കും ചുറ്റുപാടുമുള്ള ഒന്നുമായും കൂട്ടിയിടിക്കാനും പ്രതിപ്രവർത്തിക്കാനും സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇതൊരു സാധാരണ നെബുലയായിട്ട് കാണപ്പെടേണ്ടതിന് പകരം ഡാർക്ക് സ്പോട്ടായിട്ട് കാണപ്പെടുന്നത്. ഈ സൂപ്പർനോവയിൽ നിന്നും ചിന്നിച്ചിതറിയ പദാർത്ഥങ്ങൾ ഇപ്പോഴും 12,400 km/s വേഗത്തിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോമേഡയുടെ ഭീമൻ സ്പൈറൽ കൈകൾക്കിടയിൽ കാണപ്പെടുന്ന വളരെ അപൂർവമായ ഒരു നക്ഷത്രമുണ്ട്. അതാണ് AE ആൻഡ്രോമേഡ. ഇത് ലൂമിനസ് ബ്ലൂ വാരിയബിൾ എന്നൊരു തരം നക്ഷത്രമാണ്. പ്രത്യേകം ഒരു തരം നക്ഷത്രം എന്നതിലുപരി ലൂമിനസ് ബ്ലൂ വാരിയബിൾ എന്നത് യഥാർത്ഥത്തിൽ അത്യധികം ഭീമാകാരവും ശോഭയേറിയതുമായ ചില നക്ഷത്രങ്ങളുടെ ജീവിതചക്രത്തിന്റെ അവസാനത്തെ കാലഘട്ടമാണ്. എന്തായാലും ഇത്തരം നക്ഷത്രങ്ങൾ വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. പ്രകാശ തീവ്രതയും താപനിലയും തികച്ചും അപ്രതീക്ഷിതമായിട്ട് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. വെറും 10,000 വർഷങ്ങളോളം മാത്രമേ പൊതുവെ ഇത്തരം നക്ഷത്രങ്ങൾ ലൂമിനസ് ബ്ലൂ വേരിയബിൾ ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. AE ആൻഡ്രോമേഡയ്ക്ക് നമ്മുടെ സൂര്യന്റെ 120 മടങ്ങോളം മാസം, 55 മടങ്ങോളം വലിപ്പവും 7 ലക്ഷം മടങ്ങോളം തിളക്കവുമുണ്ട്. ശരിക്കും ഒരു ഗംഭീരമായ നക്ഷത്രം. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ അതിശക്തമായ സോളാർ ഫ്ലെയേഴ്സ് ഉണ്ടാകും. ഈ ഫ്ലെയേഴ്സിൽ നിന്നും വൻതോതിലുള്ള ഊർജമാണ് പുറത്തു വരുന്നത്. ഈ ഊർജ പ്രവാഹം കാരണം നക്ഷത്രത്തിന്റെ തിളക്കം ചില സമയങ്ങളിൽ നമ്മുടെ സൂര്യന്റെ പല ദശലക്ഷക്കണക്കിന് മടങ്ങാകും. ഇതിൽ നിന്നും എപ്പോഴും വളരെ പവർഫുള്ളായ സോളാർ വിൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സോളാർ വിൻസിലൂടെ നക്ഷത്രത്തിന്റെ പദാർത്ഥങ്ങളും പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്.
നൂറുകണക്കിന് km/s വേഗത്തിലാണ് ഈ പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടുന്നത്. കണക്കുകൂട്ടി നോക്കുമ്പോൾ ഇതിൽ നിന്നും 20 കോടി ടൺ അളവിലുള്ള പദാർത്ഥങ്ങളാണ് ഓരോ സെക്കൻഡിലും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഭൂമിയെ പോലത്തെ 10 ഗ്രഹങ്ങളുടെ അളവിലുള്ള പദാർത്ഥങ്ങൾ ഈ നക്ഷത്രത്തിൽ നിന്നും ഓരോ വർഷവും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയും പദാർത്ഥങ്ങൾ നഷ്ടമാവുകയാണെങ്കിലും ഇത്രയും ഭീമാകാരമായ നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തീരെ നിസ്സാരമായ അളവാണ്. ഇനിയും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ നക്ഷത്രം തീവ്രമായ ഒരു വിസ്ഫോടനത്തിലൂടെ, അതായത് സൂപ്പർനോവയിലൂടെ നശിക്കും. അതിൽ അവശേഷിക്കുന്നത് ഒരു ചെറിയ ബ്ലാക്ക് ഹോളുമായിരിക്കും. 1999 മൈക്രോ ലെൻസിംഗ് എന്നൊരു പ്രതിഭാസം കാരണം ആൻഡ്രോമെഡയുടെ അങ്ങേയറ്റത്തുള്ള ഒരു റെഡ് ജൈന്റ് നക്ഷത്രത്തിനെ കാണാൻ സാധിച്ചു. PA99N2 എന്നാണ് ഈ മൈക്രോ ലെൻസിങ്ങിന് നൽകിയിരിക്കുന്ന പേര്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഗ്രാവിറ്റി അതിന് പിന്നിൽ നിന്നും വരുന്ന പ്രകാശത്തിനെ പിടിച്ച് വളയ്ക്കും. അപ്പോൾ അതിന്റെ പിന്നിലുള്ള വസ്തുക്കളെ ഒരു ലെൻസിലൂടെ നോക്കുന്നത് പോലെ സൂം ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് മൈക്രോ ലെൻസിംഗ്. സാധാരണഗതിയിൽ ഇങ്ങനെ മൈക്രോ ലെൻസിംഗ് ഉണ്ടാകുമ്പോൾ പിന്നിലുള്ള വസ്തുവിന്റെ പ്രകാശം പതിയെ കൂടുകയും അതേ രീതിയിൽ തന്നെ കുറയുകയും ചെയ്യും. എന്നാൽ ഈ മൈക്രോ ലെൻസിംഗിൽ കൂടിയ പ്രകാശം അതേപോലെ തന്നെ കുറയേണ്ടതിന് പകരം കുറയുന്ന സമയം ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കൂടി. അപ്പോൾ മുന്നിലെ പ്രധാന വസ്തുവിന് പുറമെ മറ്റൊരു ചെറിയ വസ്തുവും കൂടെ ഒപ്പമുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. പിന്നീട് നടത്തിയ സമഗ്രമായ പഠനങ്ങളിലൂടെ മുന്നിലുള്ള വസ്തു ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രമായിരുന്നുവെന്ന് മനസ്സിലായി. അതുമാത്രമല്ല ഇതിന്റെ കൂടെയുള്ള വസ്തു ഒരുപക്ഷെ ഒരു ഗ്രഹമായിരിക്കാമെന്നും കണ്ടെത്തി. പക്ഷേ നിലവിൽ ഇതൊരു നിഗമനം മാത്രമാണ്. അല്ലാതെ അതൊരു ഗ്രഹം തന്നെയാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. നിഗമനമനുസരിച്ച് ഈ ഗ്രഹത്തിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 6.5 മടങ്ങോളം മാസ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഗംഭീരമായ വാതക ഭീമൻ ഗ്രഹമായിരിക്കാം. ഇത് ശരിക്കും ഒരു ഗ്രഹം തന്നെയാണെങ്കിൽ ഇതായിരിക്കും ആദ്യമായി മിൽക്കി വേക്ക് പുറത്ത് കണ്ടെത്തിയ എക്സോ പ്ലാനറ്റ്. ആൻഡ്രോമെഡ ഗാലക്സിയെ നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത എന്നത് അതിലെ നിരവധിയായ നക്ഷത്രക്കൂട്ടങ്ങളാണ്. ഓർക്കുക, 10,000 മുതൽ പല കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വരെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഘടനകളാണ് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ്. മിൽക്കി വേയിൽ ആകെ വെറും 180ഓളം ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആൻഡ്രോമെഡയിൽ 500ഓളം ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സിന്റെ കാര്യമാണ്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത 1000കണക്കിന് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. മായൽ 2 ആണ് ആൻഡ്രോമെഡയിലെ ഏറ്റവും വലിയ നക്ഷത്രക്കൂട്ടം. ഇതിന് ഏതാണ്ട് 500 പ്രകാശവർഷങ്ങളുടെ വ്യാസമേ ഉള്ളൂ. എന്നാൽ ഇത്രയും ചെറിയ വ്യാപ്തിയിൽ 1.5 കോടിയിലേറെ നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രക്കൂട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്നത് ഇതിന്റെ മധ്യഭാഗത്തിൽ നമ്മുടെ സൂര്യന്റെ 20,000 മടങ്ങോളം മാസുള്ള ഒരു ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. ഇതുപോലെ ആൻഡ്രോമെഡയുടെ മധ്യഭാഗത്തും സ്പൈറൽ കൈകളിലും അറ്റങ്ങളിലും അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം നക്ഷത്രക്കൂട്ടങ്ങളെ കാണാം. ഇതിൽ ഏറ്റവും ഭീമാകാരമായ പല നക്ഷത്രക്കൂട്ടങ്ങളും യഥാർത്ഥത്തിൽ മറ്റ് ചെറിയ ഗാലക്സികളുടെ കോർ ഭാഗങ്ങളാണ്. അതായത് ആൻഡ്രോമെഡ ഒരുപാട് ചെറിയ ഗാലക്സികളെ വിഴുങ്ങിയിട്ടുണ്ട്. നിരീക്ഷണങ്ങൾ പ്രകാരം ഏറ്റവും കുറഞ്ഞത് 100 ചെറിയ ഗാലക്സികളെയെങ്കിലും ആൻഡ്രോമെഡ ഇതുവരെ വിഴുങ്ങിയിട്ടുണ്ടാകും. അതിൽ M32P ആയിരുന്നു ഏറ്റവും ഭയാനകമായ കൂട്ടിയിടി. പണ്ട് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ 3ാമത്തെ ഗാലക്സി ആയിരുന്നു M32P. നിഗമനപ്രകാരം ഇതും ഒരു സ്പൈറൽ ഗാലക്സി ആയിരുന്നു. എന്നാൽ ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് മുന്നേ ആൻഡ്രോമെഡയും M32Pയും തമ്മിൽ കൂട്ടിയിടിച്ചു. ആ കൂട്ടിയിടിയിൽ M32Pയുടെ 90% കൂടുതൽ മാസും നഷ്ടമായി. അതായത് അതിന്റെ 90% മാസും ആൻഡ്രോമെഡയിൽ കുടുങ്ങിപ്പോയി. അവശേഷിച്ച 10% മാസ് ഇപ്പോഴും ചെറിയൊരു എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ രൂപത്തിൽ ആൻഡ്രോമെഡയ്ക്ക് സമീപം തന്നെ കാണാം. M32 എന്നാണ് ഈ ചെറിയ ഗാലക്സിക്ക് നൽകിയിരിക്കുന്ന പേര്. ഈ കുഞ്ഞൻ ഗാലക്സിക്ക് വെറും 8,000 പ്രകാശവർഷങ്ങളുടെ വ്യാസമേയുള്ളൂ. അതായത് മിൽക്കി വേയുടെ ഏതാണ്ട് 8% വലിപ്പം. ഇതിന്റെ മധ്യത്തിൽ നമ്മുടെ സൂര്യന്റെ 25 ലക്ഷം മടങ്ങ് മാസുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. എന്തായാലും ഇതിനു പുറമെ ആൻഡ്രോമെഡയ്ക്ക് വേറെയും 36 സാറ്റലൈറ്റ് ഗാലക്സികളുണ്ട്. ഇതിൽ ഏതാണ്ട് 17,000 പ്രകാശവർഷങ്ങളുടെ വ്യാസമുള്ള M110 ആണ് ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഗാലക്സി. ഇനിയും ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമെഡയും മിൽക്കി വേയും തമ്മിൽ കൂട്ടിയിടിക്കും. പൊതുവെ ഇങ്ങനെ ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ സേഫ് ആയിരിക്കും. മധ്യഭാഗത്തുള്ള ചില നക്ഷത്രങ്ങൾ മാത്രമായിരിക്കും കൂട്ടിയിടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സൗരയൂഥം സേഫ് ആണ്. പക്ഷേ പ്രശ്നം എന്നത് അന്ന് മിക്കവാറും ഭൂമി തന്നെ ഉണ്ടായിരിക്കില്ല. കാരണം 500 കോടി വർഷങ്ങളാകുമ്പോഴേക്കും നമ്മുടെ സൂര്യൻ ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ മിക്കവാറും ഭൂമിയെ സൂര്യൻ വിഴുങ്ങും. ഇനി അഥവാ വിഴുങ്ങിയില്ലെങ്കിലും സൂര്യന്റെ തീവ്രമായ ചൂടും സോളാർ വിൻഡുമൊക്കെ കാരണം അന്ന് ഭൂമി ചുട്ടുപഴുത്ത ഒരു ഗ്രഹമായി മാറിയിട്ടുണ്ടാകും.
ഒരു വിചിത്രമായ കാര്യമെന്നത് ആൻഡ്രോമെഡയും മിൽക്കി വേയും തമ്മിലുള്ള കൂട്ടിയിടി ഒരു തരത്തിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എന്തെന്നാൽ ദൃശ്യമായ പദാർത്ഥങ്ങളുടെ മാത്രം രീതിയിൽ നോക്കിയാൽ ആൻഡ്രോമെഡയും മിൽക്കി വേയും തമ്മിൽ ഇപ്പോഴും 25 ലക്ഷം പ്രകാശവർഷങ്ങളുടെ അകലമുണ്ട്. എന്നാൽ ഗാലക്സികൾക്ക് അദൃശ്യമായ ഒരു ഘടനയും കൂടെയുണ്ട്. ചൂട് കൂടിയ വാതകങ്ങളും പ്ലാസ്മയും ഡാർക്ക് മാറ്ററും കൊണ്ട് നിർമ്മിതമായ ഗോളാകൃതിയിലുള്ള ഒരു ഘടന. ഗാലക്റ്റിക് ഹാലോ എന്നാണ് ഈ ഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നും ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആൻഡ്രോമെഡയുടെ ഗാലക്റ്റിക് ഹാലോ അതിന്റെ മധ്യഭാഗത്തിൽ നിന്നും ഏതാണ്ട് 20 ലക്ഷം പ്രകാശവർഷ ദൂരം വരെ എത്തുന്നുണ്ട്. ആൻഡ്രോമെഡയുടെ ഈ ഹാലോ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ അത് നമ്മുടെ രാത്രി ആകാശത്തിൽ പൂർണ്ണ ചന്ദ്രന്റെ 100 മടങ്ങ് വലിപ്പമുള്ളതായിട്ട് കാണപ്പെടുമായിരുന്നു. മിൽക്കി വേയുടെ ഗാലക്റ്റിക് ഹാലോയും 10 ലക്ഷം പ്രകാശവർഷത്തിൽ കൂടുതൽ ദൂരം എത്തുന്നുണ്ട്. അതായത് ഈ 2 ഗാലക്സികളുടെയും ഗാലക്റ്റിക് ഹാലോസ് ഇപ്പോൾ തന്നെ പരസ്പരം തൊടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആൻഡ്രോമെഡയും മിൽക്കി വേയും തമ്മിലുള്ള കൂട്ടിയിടി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു.